അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് തിരിച്ച് ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നത്. കാരണം വളരെ ബിസി ആയിരുന്നു കുറച്ച് വർക്കിലായിട്ട്. അപ്പോൾ അതാണ് എനിക്ക് ടൈം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഒന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളൊന്നെല്ലാം പ്രാക്ടിക്കലായിട്ട് ട്രൈ ചെയ്യുകയാണ് വെബ്സൈറ്റ് ഡിസൈനിങ്ങിൻ്റെ. അപ്പോൾ ഇന്ന് നമ്മൾ പർച്ചേസ് ചെയ്യും, അതായത് എല്ലാം വഴി കാണിച്ചു തരാം എങ്ങനെയാണ് ഒരു ഹോസ്റ്റിംഗ് ഡൊമൈൻ എല്ലാം പർച്ചേസ് ചെയ്യുക, എന്നിട്ട് എങ്ങനെയാണ് വേർഡ് പ്രസ് അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഇന്നത്തെ. അപ്പോൾ അടുത്ത ക്ലാസ്സിലായിരിക്കും ഡിസൈനിങ് ആയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വരിക. ഓക്കെ, അപ്പോൾ നമുക്കത് നേരെ സ്ക്രീനിലേക്ക് പോവാം. അപ്പോൾ നമുക്കത് നേരെ തുടങ്ങാം. അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഡൊമൈനെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ എടുക്കേണ്ടത് ഹോസ്റ്റിംഗ് ഏതാണെന്നാണ്. അപ്പോൾ ഞാൻ പേഴ്സണലി ചൂസ് ചെയ്തിരിക്കുന്നത് ബ്ലൂ ഹോസ്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് വെബ്സൈറ്റിന്റെ ഇഷ്യൂ വരുന്ന സമയത്ത് ഞാൻ ബ്ലൂ ഹോസ്റ്റിനെ വിളിച്ച് അവരുടെ സപ്പോർട്ടിലാണ് ഞാൻ കാര്യം കുറേ നേരാക്കിയിട്ടുള്ളത്. അതിൽ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ അവർ ബാക്ക് എൻഡിൽ പോയിട്ട് അവരെല്ലാം നേരാക്കും ഓൺ കോൾ തന്നെ. അപ്പോൾ അതൊരു വളരെ വലിയൊരു ഹെൽപ്ഫുള്ളാണ്. അത് മാത്രമല്ല, നിങ്ങൾ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നത് ഇപ്പോൾ തുറക്കം നിങ്ങൾ ചെയ്യാൻ പർച്ചേസ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് വരും. പർച്ചേസ് ചെയ്യുന്ന ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും ഡൗട്ട് വരും. ഡൗട്ട് വരുന്ന സമയത്ത് നിങ്ങൾ സ്റ്റക്കായി പോയിട്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടാവില്ല. അതൊരു ഭയങ്കര അവസ്ഥയാണ്. ആ സമയത്ത് നിങ്ങൾ ബ്ലൂ ഹോസ്റ്റിനെ വിളിച്ചാൽ അവർ ആ സമയത്ത് നിങ്ങൾക്ക് സപ്പോർട്ട് വരും, വിളിച്ച സമയത്ത്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, ഇത് ഇൻസ്റ്റാൾ അതായത് നിങ്ങൾ വെബ്സൈറ്റ് ബ്ലൂ ഹോസ്റ്റിന് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ നിങ്ങൾക്ക് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് ഗൈഡ് ചെയ്യും. അതുകൂടാതെ അവർ നിങ്ങൾക്ക് ഒരു കൂപ്പൺ കോഡും തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു 10,000 രൂപയൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റ് 15,000 ആ റേഞ്ചിലൊക്കെ അടിപൊളി വെബ്സൈറ്റ് കിട്ടും. അത് മാത്രമല്ല 10 to 20% ഡിസ്കൗണ്ടും നിങ്ങൾ ആ കൂപ്പണിലൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തുകൊണ്ടും ബ്ലൂ ഹോസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നതിന് കാരണം എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് ബ്ലൂ ഹോസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഹോസ്റ്റിങ്ങറും ഒട്ടും മോശമല്ല. ഹോസ്റ്റിങ്ങർ എന്ന് പറയുമ്പോൾ ചാറ്റ് സപ്പോർട്ടാണ്. ഓക്കെ, കൂടുതലും എന്താ പറയുക, എനിക്ക് എന്തോ ബ്ലൂ ഹോസ്റ്റിനോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഹോസ്റ്റിങ്ങറിൽ എനിക്ക് സെർവർ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ കാര്യങ്ങൾ കിടക്കാം. നമ്മൾ നേരെ ബ്ലൂ ഹോസ്റ്റ് എടുത്തു. ഇത് ഓൾറെഡി ഞാനിവിടെ കുറേയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് 2ാമത്തെ തവണയാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഫസ്റ്റ് തവണ റെക്കോർഡ് ചെയ്തിട്ട് എന്തോ പറ്റിയാൽ മൊത്തം പോയി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നേരെ വന്നു. നമ്മൾ എന്നിട്ട് അതിൽ INR സെലക്ട് ചെയ്യണേ. ഓക്കെ, നേരെ വരിക, ബ്ലൂ ഹോസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുന്നതും ഇവിടെ USD ആയിരിക്കും. ആ USD മാറ്റിയിട്ട് ഇന്ത്യൻ ആക്കണം, INR. ഓക്കെ, INR ആക്കിയിട്ട് ഗെറ്റ് സ്റ്റാർട്ട് അടിക്കുക. എന്നിട്ട് സെർവർ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിക്കുക. സെർവർ ലൊക്കേഷൻ USA എന്നാണ് ഇതിലിട്ടിരിക്കുന്നത്. അത് ഇന്ത്യയിൽ നിന്നാക്കണമെങ്കിൽ ഇന്ത്യയിൽ നിന്നാക്കാം. ഓക്കെ, ഞാനിത് പഴയ സെർവർ ആയതുകൊണ്ട് എൻ്റെ USD ആയിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യ എടുക്കാം. സെർവർ നമ്മുടെ അടുത്ത് ഇരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, നന്നായിട്ട് പെർഫോമൻസ് ചെയ്യും. ഓക്കെ, അപ്പോൾ റെക്കമെൻഡഡ് ഇതാണ്. ചോയ്സ് പ്ലസ് ഇതെടുക്കുക, വളരെ നല്ലതാണ്. 3 വർഷത്തേക്കാണ് എടുക്കാൻ നോക്കുക. നിങ്ങൾ 1 വർഷത്തേക്ക് എടുക്കുകയാണെങ്കിൽ അത് വളരെ നഷ്ടമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി ഡൊമൈൻ ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിലേതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. .com ആണ് പ്രിഫർ. അതിൻ്റെ ഒരു ക്ലാസ് തന്നെ ഇതിൽ നടത്തിയിട്ടുള്ളത്, കാണുക എങ്ങനെയാണ് ഡൊമൈൻ ചൂസ് ചെയ്യുക എന്നുള്ളത്. അതുകൂടാതെ പിന്നെ യൂസർ ഡൊമൈൻ യൂറോ അത് യൂസ് ചെയ്യാം. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഓൾറെഡി ഉള്ള ഡൊമൈൻ ആണെങ്കിൽ ഇവിടെ അടുത്ത് നമുക്കത് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ ഡൊമൈൻ അവൈലബിൾ ആണ്, ക്രിയേറ്റ് ചെയ്ത് ഉറപ്പായിട്ട് അവൈലബിൾ ആയതിനു ശേഷം നേരെ ഇതിലേക്ക് വരുന്ന സമയത്ത് നമ്മളെല്ലാം ഇതിൽ ഫില്ല് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ 3 വർഷത്തെ സെലക്ട് ചെയ്യുക. അത് നോക്കി നോക്കുക, 1 മാസം 1 വർഷത്തേക്ക് 400 രൂപയ്ക്ക് മുകളിലായി. 2 വർഷമാകുമ്പോൾ അത് 300 രൂപയ്ക്ക് മുകളിലായി. 3 വർഷമാകുമ്പോൾ 200 രൂപയ്ക്ക് മുകളിലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യ വർഷം എടുക്കുകയാണെങ്കിൽ ഇതിന്റെ 3 വർഷത്തിന്റെ ഇരട്ടി കാശായി, നഷ്ടമാണ്. അപ്പോൾ അത് പോണ്ട. അപ്പോൾ സെക്കൻഡും അതേപോലെ തന്നെയാണ്. തേർഡ് തന്നെ എടുക്കുക. 10,000 രൂപയാണ് വരുന്നത് 3 വർഷത്തേക്ക്. ഫ്രീ ഡൊമൈൻ, ഫ്രീ SSL എല്ലാം ഉണ്ട്. ഇതൊരിക്കലും നഷ്ടമല്ല. നിങ്ങൾക്ക് ഇതിലൂടെ ഒരുപാട് പഠിക്കാൻ പറ്റും. ഇതെല്ലാം ടിക്ക് ചെയ്യുന്നതിന് മാറ്റുക. ഇതൊന്നും ആവശ്യമില്ല. വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം, പക്ഷെ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പോയിന്റിൽ എനിക്കിത് ഉപയോഗിക്കാറ്, ഈ ടൂൾസ് ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കാറ്, എനിക്ക് ഇതിന്റെ പ്രീമിയം വേണം എന്ന് ചെത്തുന്ന ആ ഒരു പോയിന്റിൽ മാത്രം ഇത് ചെയ്താൽ മതി. അതിനുശേഷം ഐ ഹാവ് ടു റീഡ് ഓൾ ദ തിങ്സ് ഒക്കെ ചെയ്യുക. അതിനുശേഷം ഇത് പർച്ചേസ് അടിക്കുക. ഇത് സാധാരണ ഫ്ലിപ്കാർട്ടിലൊക്കെ പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ആമസോൺ സാധനം പർച്ചേസ് ചെയ്യുന്ന ഒരു ഇതുമില്ല. നേരെ നമ്മൾ പർച്ചേസ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ സബ്മിറ്റ് ചെയ്തു ഉറപ്പായിട്ടും. അപ്പോൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ PDF കിട്ടും.
ആ PDF നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നേരെ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുക. ഇത് നിങ്ങൾ ഓൾറെഡി ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ലോഗിൻ ചെയ്യും. ഓക്കെ, ലോഗിൻ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതന്നെയായിരിക്കും നിങ്ങളുടെ ലോഗിൻ അക്കൗണ്ട്. അതിനുശേഷം നമ്മൾ നേരെ ഇവിടെ ഓപ്പൺ ചെയ്യും. ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം. അതിൽ ലോഗിൻ ചെയ്തിട്ട് ഇങ്ങനെ വരും. ഇതിൽ നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് ആഡ് ചെയ്യുക. മൈ സൈറ്റ് എടുക്കുക. മൈ സൈറ്റിൽ ഇതാ ഇവിടെ മാനേജ് സൈറ്റ് ഉണ്ട്. ഇത് ഓൾറെഡി ഞാൻ ആഡ് ചെയ്ത് വെച്ച എൻ്റെ വെബ്സൈറ്റ് അപ്പ് ആൻഡ് റൺ ആയിട്ട് ഇരിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ആഡ് ചെയ്യാം. ഇവിടെ വെബ്സൈറ്റ് ആഡ് ചെയ്തിട്ട് നിങ്ങൾ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുക. അത് വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പാണ്. എന്താ വെച്ചാൽ ഇവർ തന്നെ 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് എന്ന് പറഞ്ഞ രീതിയിൽ അവർ തന്നെ നിങ്ങളെ കറക്റ്റായിട്ട് കൊണ്ടുപോകും. ഇതിൽ അത്രയും ഈസി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സംശയമുള്ള കാരണം കൊണ്ട് ഉണ്ടാവും എന്നുള്ള കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ സമയത്ത് ബ്ലൂ ഫോസിനെ വിളിക്കൂ, അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യും. പിന്നെ എനിക്ക് തോന്നുന്നത് മലയാളം സപ്പോർട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ ഇംഗ്ലീഷിലാണ്, പൊതുവെ ഇംഗ്ലീഷായിരുന്നു. ഇനി മലയാളം സപ്പോർട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനത് നോക്കിയിട്ടുമില്ല. ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, തമിഴുണ്ട് ആണ് തോന്നുന്നു. നിങ്ങൾ ഏതാണ് പ്രിഫറബിൾ അത് ചൂസ് ചെയ്യുക. മലയാളം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഇപ്പോഴും നല്ല സംശയമുണ്ട്. മലയാളം ഇല്ലാതെ തന്നെ തോന്നുന്നു. മാനേജ് സൈറ്റ് അടിക്കുക. മാനേജ് സൈറ്റ് അടിച്ച ശേഷം ലോഗിൻ ടു വേർഡ്പ്രസ്സിൽ ലോഗിൻ ചെയ്യാം. ഇവിടെ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചതാണ്, അത് കളയട്ടെ. അപ്പോൾ ഇത് ഓപ്പൺ ആയി. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം പരിചയപ്പെടാം. ഇത് കിട്ടിയോടെ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നേരെ പോയിട്ട് പെർമാ ലിങ്ക് എടുക്കുക. പെർമാ ലിങ്കിൽ പോയിട്ട് പോസ്റ്റ് നെയിം സെലക്ട് ചെയ്യുക. പോസ്റ്റ് നെയിം ഇത് സെലക്ട് ചെയ്യുക. കാരണം വെബ്സൈറ്റിന്റെ പേര് കഴിഞ്ഞ് ആ സമയത്ത് തന്നെ നമ്മുടെ പേജിന്റെ പേര് വരും. എബൌട്ടസ് ആണെങ്കിൽ എബൌട്ട് ഇവിടെ സാമ്പിളിൻ്റെ അവിടെ, പോസ്റ്റ് എന്നുള്ള അസ്റ്റും വരും, എന്നിട്ടൊരു ഫ്ലാഷ് വിടും. അങ്ങനെ രീതിയിലാണ് ഇത് സെലക്ട് ആവുക. ഇതാണ് SEO ക്ക് ഏറ്റവും നല്ലത്. പിന്നെ ജനറൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക ലോഗോ ആഡ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ജനറൽ ലോഗോ ആഡ് ചെയ്യണമെന്നൊന്നും ഇല്ല. നമുക്കതെല്ലാം നമ്മുടെ തീം അതിൽ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളിൽ പറയുന്നതാണ്. ഇത് റീഡിങ് എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റ് ആൾക്കാർ കാണുക, അവിടെയാണ്. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റാറ്റിക് എടുക്കണം. ഈ ലേറ്റസ്റ്റ് പോസ്റ്റ് അല്ല, സ്റ്റാറ്റിക് എടുക്കണം. അതാണ് വേണ്ടത്. അതിൽ ഹോം പേജ് എടുത്തിട്ട് ബ്ലോഗ് സെലക്ട് ചെയ്യുക. 10 ബ്ലോഗ് എന്നുള്ള രീതിയിൽ എടുക്കുക. ഫുൾ ടെക്സ്റ്റ്, ഡിസ്കഷൻ, മീഡിയ, പെർമനന്റ് പോലെ ആവശ്യമില്ല. നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാം സംഭവം സെറ്റായി, നമുക്ക് എന്താ പറയുക, ബിൽഡ് ചെയ്യാനുള്ള സ്ഥലം കിട്ടി. നമ്മൾ എന്തുണ്ട്, ക്യാൻവാസ് വേണം. അതിന് ഏത് പേജാണ്, അതായത് തീമാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. തീമിന് വേണ്ടി ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ആസ്ട്ര തീമാണ്. അങ്ങനെ പറയുമ്പോൾ ഇതിൽ പ്ലഗിൻസിൽ നമ്മൾ ആഡ് ന്യൂ പ്ലഗിൻസ് എടുക്കുക. പ്ലഗിൻസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയറിൽ ഒരു സെറ്റ് ഓഫ് എന്താ പറയുക പ്രോഗ്രാം ആയിരിക്കും. അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിനനുസരിച്ച് ഇത് വർക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെയാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ ആസ്ട്ര ടൈപ്പ് ചെയ്യുക. ഏതാണെന്ന് വെച്ചാൽ ആസ്ട്ര സെലക്ട് ചെയ്ത് തന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ആക്ടിവേറ്റ് ചെയ്യുക. ഇവിടെ ഇൻസ്റ്റാൾ അടിച്ചാൽ ഇവിടെ വരും. വരുമ്പോൾ ഇൻസ്റ്റാൾ അടിച്ച് കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ചെയ്യുക. ഇതല്ല സാധനം. ഞാൻ അവിടെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് തോന്നുന്നു എനിക്കിത് കാണാൻ പറ്റുന്നില്ല. സംഭവം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് വിഡ്ജറ്റ്സ് അല്ല, ആസ്ട്ര ഇൻസ്റ്റാൾ ചെയ്യുക, അതിനെ ആക്ടിവേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ അപ്പിയറൻസിൽ നമുക്ക് ഇവിടെ ഇതൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെല്ലാം ചെയ്യാം. ഇപ്പോൾ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് തുടങ്ങിയതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തു, തീം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ എന്താ പറയുക ഈ ഡൊമൈൻ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങളുടെ പുതിയ ടീം നിങ്ങൾക്ക് വെബ് പേജിൽ കാണാം. ഒന്നുമില്ല, ഒരു ചെറിയൊരു വെൽക്കം ഒക്കെ ആയിട്ടുള്ള ഒരു പേജ് ആയിരിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് പേജസ്, ഓക്കെ, എത്ര പേജ് വേണം നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, എൻ്റെ വെബ് പേജിൽ 125 പേജ് ഉണ്ട്. അപ്പോൾ നിങ്ങളതിലാകുമ്പോൾ നിങ്ങൾ ആലോചിക്കുക ഹോം പേജ് ഒരെണ്ണം വേണം, പിന്നെ എന്താണ് പറയുക കോണ്ടാക്ട് പേജ് ഒരെണ്ണം വേണം, പിന്നെ വേറെ ഏത് പേജാണ്, സർവീസ് പേജ് വേണം, എബൌട്ടസ് വേണം, പിന്നെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ലീഗലായി ഒരു പേജ് ആവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ പ്രൈവസി പോളിസി, പിന്നെ റിട്ടേൺ ആൻഡ് റീഫണ്ട്, ഒരു 5 തൊട്ട് 7 പേജ് വരെ നിങ്ങൾക്ക് വേണ്ടി വരും. അതെല്ലാം ഇതിൽ കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതെല്ലാം അവിടെ ക്രിയേറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ആഡ് ന്യൂ പേജ് ഇവിടെ മുകളിലുണ്ട്, ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആഡ് ന്യൂ പേജ് വന്നാൽ ഇവിടെ മുകളിലൊരു ഐ ഉണ്ടാവും. ഈ ഐ ഓഫ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഏതാ പേജിൽ വെച്ചാൽ ആ പേജ് ടൈപ്പ് ചെയ്യുക.
കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഐ ഓഫ് ചെയ്തില്ലെങ്കിൽ ശരിക്കുമുള്ള പേജില്ല, ആ പേജിൽ ഇതേപോലെ പേജ് വരും. അപ്പം അങ്ങനെ വന്നാൽ എന്താ കുഴപ്പമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എനിക്കിപ്പോൾ വേണ്ട ഹോം പേജ് ആണെങ്കിൽ ഹോം പേജ് ഇരിക്കട്ടെ അല്ലേ. അങ്ങനെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇനി എഡിറ്റ് ചെയ്യാൻ പോകുന്നത് എലമെന്ററിലാണ്. എലമെന്റർ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വഴി വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. ആ എലമെന്ററിൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ എഴുതി വെച്ചാൽ അതിന്റെ മുകളിൽ അധികം പറ്റായിട്ടിരിക്കും, അത് വൃത്തികേടാവും, അത് നന്നായിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇത് പിന്നെന്തിനാ ഇവിടെ എഴുതുന്നു വെച്ചാൽ നമുക്ക് ഏതൊക്കെ പേജാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എഴുതുക. അതിനുശേഷം പബ്ലിഷ് അടിക്കുക, വീണ്ടും പബ്ലിഷ് അടിക്കുക, 2 തവണ പബ്ലിഷ് അടിക്കേണ്ടി വരും. ചില സമയത്ത് ഇവിടെ ഐ ഇല്ലെങ്കിൽ ഈ ബോട്ടമായിട്ട് ഇവിടെ ആയിരിക്കും ഐ ഉണ്ടാവുക. എന്ന് വെച്ചാൽ അത് ഒരു ചെറിയൊരു ടോഗിളാണ്, അത് ഓഫ് ചെയ്യുക. ഇവിടെ കണ്ടോ എഡിറ്റ് വിത്ത് എലമെന്റർ, ഇതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് നേരെ എലമെന്ററിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് എലമെന്റർ ആണ്. എലമെന്റർ അപ്പം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക? ഏതൊരു സോഫ്റ്റ്വെയർ ആണോ എന്താണോ നമ്മൾ പ്ലഗിൻസ് എന്ന് പറയുന്നത്, പ്ലഗിൻസിൽ പോയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓൾറെഡി നമ്മൾ അത് മെൻഷൻ ചെയ്താണ്. ആഡ് ന്യൂ പ്ലഗിൻസ് എടുക്കുക, എലമെന്റർ അവിടെ നേരെ സെർച്ച് ചെയ്യുക. എലമെന്ററിൽ ഇവിടെ എലമെന്റർ സെർച്ച് ചെയ്യുക, അതിനുശേഷം ഇൻസ്റ്റാൾ അടിക്കുക. ഇൻസ്റ്റാൾ അടിച്ചു കഴിഞ്ഞാൽ ആക്ടിവേറ്റ് അടിക്കുക. അപ്പോൾ എലമെന്റർ ഇവിടെ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇതെല്ലാം ഒന്ന് നോക്കുക, പ്ലഗ് ആൻഡ് പ്ലേ ചെയ്യുക. അപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ്. നന്നായി എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി, നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയെങ്കിൽ ഞാൻ പറഞ്ഞ ഹോസ്റ്റിങ്ങിലേക്ക് തന്നെ പോകാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് വരുമ്പോൾ ബാക്ക് എൻഡ് സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു ഹോസ്റ്റിംഗ് തന്നെ എടുക്കാൻ നോക്കുക. ബ്ലൂ ഹോസ്റ്റ് അല്ലെങ്കിൽ ഞാൻ ബ്ലൂ ഹോസ്റ്റിംഗ് പ്രിഫർ ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റിംഗിലേക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് കിട്ടും. അത് മാത്രമല്ല പുതിയ ആൾക്ക് വരുന്ന ആൾക്ക് 10 to 20% അവരുടെ ഹോസ്റ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അവരെ വിളിച്ചിട്ട് പറഞ്ഞാൽ മതി, അവർ നിങ്ങൾക്ക് കോഡ് തരുന്നതാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വെബ്സൈറ്റ് ഡിസൈനെ പറ്റി നമുക്ക് ചെയ്യാം. ഒരു വെബ്സൈറ്റ് മൊത്തമായിട്ട് ബിൽഡ് ചെയ്ത് കാണിക്കാം.